ചേച്ചി നമ്മുടെ നാട്ടുകൂട്ടം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇവര് നിസ്സാരക്കാരല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് ആണ്, നമ്മുടെ സർപ്പ ടീമിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷെ എന്റെ ചോദ്യങ്ങളും സംശയങ്ങളും തീരുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, റീസെന്റ് അല്ല, ഇപ്പൊ റോഹിത്തിന്റെ വീട്ടിലാണെങ്കിൽ ഒരു പറമ്പ് പോലത്തെ ഒരു സ്ഥലമാണ്, അത് വീടാ. അപ്പൊ അവിടെ അമ്മയാണെങ്കിൽ പാമ്പ് വരും എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കായം, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ വെളുത്തുള്ളി എന്തോ വെള്ളത്തിൽ കുറെ നേരം ഇട്ടിട്ട് അതിന്റെ വെള്ളം ഒഴിച്ചാൽ മതി, മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ശരിക്കും അതൊരു പ്രിക്കോഷൻ അല്ലേ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, അതോ അതിൽ വാസ്തവം ഇല്ല എന്നാണോ? അതില് യാതൊരു വാസ്തവമില്ല. ദൈവമേ. പാമ്പുകള് മണ്ണെണ്ണ പാത്രങ്ങളിൽ നിന്നും വെളുത്തുള്ളി പാത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. എന്താ സയന്റിഫിക് സർ, എന്താ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രചരണം നടന്നത് പബ്ലിക്കിന്റെ ഇടയിൽ? ഇത് ഇത്രമാത്രം ഇത് വന്നെന്ന് വെച്ചാൽ, 1-2 കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഒരു കടി കിട്ടിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ഇതിനകത്തേക്ക് പോയി. ഇമോഷൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ മീഡിയക്ക് അത് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. അത് പോപ്പപ്പ് ചെയ്ത് കയറി വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മണ്ണെണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രദേശത്ത് ഇപ്പൊ നിങ്ങൾ മണ്ണെണ്ണ സ്പ്രേ ചെയ്തൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ മണ്ണെണ്ണ പാമ്പിന്റെ മേത്ത് വീണ അത് പൊള്ളലൊക്കെ വെക്കും. അതല്ലാതെ ഒരു ചുറ്റുവട്ടത്ത് സ്പ്രേ ചെയ്തൊന്നോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയൊക്കെയുള്ള സ്പ്രേ ചെയ്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരു എഫക്റ്റും അതിനകത്ത് ഉണ്ടാക്കില്ല. കേരളത്തിൽ എന്തോരം വെളുത്തുള്ളി മണ്ണെണ്ണയും പാഴായി എത്ര വീട്ടമ്മമാര് അല്ല ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഇതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. പാമ്പ് എവിടെയാണെങ്കിലും വരും. ഈ വക കാര്യങ്ങൾ ഒഴിച്ചു എന്നോ അല്ലെങ്കിൽ ഈ പൊത്തിന്റെ അടുത്തോണ്ട് ഒഴിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ എന്താ ഞാൻ അതല്ല ആലോചിക്കും, ഞാൻ ഈ ചേച്ചീനെ കണ്ടപ്പോഴേ, സീമ മാമിനെ കണ്ടപ്പോ എനിക്ക് ഇതൊന്നും അല്ല ഓർമ്മ വരുന്നത്. പഞ്ചഗുസ്തിന്റെ നാഷണൽ ചാമ്പ്യനാണ്. ആണോ? സീമ മാം. അപ്പൊ സീമ മാമിന് ഈ വെളുത്തുള്ളിയോ മണ്ണെണ്ണ ഒന്നല്ല, 36 പാമ്പ് വരുമ്പോ ഇങ്ങനെ അല്ലേ? അല്ല ഞാൻ പറയട്ടെ, ഒന്ന് പിടിച്ചു നോക്കിയാലോ? ഓക്കെ ചേച്ചി, ഞാൻ ചോദിച്ച ചോദ്യം മാറിപ്പോയി കേട്ടോ. മാമേ നമ്മുടെ പിറകിൽ ഇരിക്കുമായിരുന്നു, ഇത്രയും ചളി ഞാൻ അടിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഒട്ട് തന്നിരുന്നീ തീർന്നേനെ. ഓങ്ങി ഒരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ 3 ദിവസം ഉറങ്ങായിരുന്നു നമുക്ക്. ചേച്ചി അപ്പൊ ശരിക്കും പറഞ്ഞാ ഏറ്റവും എളുപ്പം എന്നാന്നറിയോ? ഫ്ലാറ്റ് മേടിക്കുക, അവിടെ പോയി ജീവിക്കുക. അതാകുമ്പോ പാമ്പും അല്ല, അതൊരു തെറ്റിദ്ധാരണയായ കാര്യമാണ്. കാരണം പല ആൾക്കാർക്കും ഒരു ധാരണ ഉണ്ട്, ഫ്ലാറ്റിൽ പാമ്പ് കയറൂല, അതുപോലെ തന്നെ ടൈലുമേ കൂടെ പാമ്പ് കഴിയില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ട്. പക്ഷെ നമ്മൾ റെസ്ക്യൂ ചെയ്യുമ്പോ 7ാം നിലയുള്ള ഫ്ലാറ്റിൽ നിന്ന് വരെ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. അതായത് 2-3 തരത്തില് ഫ്ലാറ്റിൽ പാമ്പ് വരാം. ഒന്നാമത്തെ കേസ് വെച്ചാല് പരുന്ത് കൊണ്ടിടും, അങ്ങനെ വരാം. വേറൊരു കേസ് എന്ന് വെച്ചാല് നമ്മ ലഗേജ് ഫ്ലാറ്റില് നമ്മ ലഗേജ് ആയിട്ട് പച്ചക്കറികൾ വാങ്ങിച്ച് അതുപോലെ തന്നെ നമ്മൾ ലഗേജ് ഒക്കെ ഫ്ലാറ്റിൽ കൊണ്ടുവരും, അതിലൂടെ കയറാം. അപ്പം നമ്മുടെ അശ്രദ്ധ മൂലം വരുന്നതാണത്. പച്ചക്കറി കിറ്റിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കൊലയുടെ ഉള്ളിലുണ്ടാവാം. പിന്നെ ഒരു 3ാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ അണ്ണാനുണ്ടല്ലോ, തെങ്ങും അണ്ണാൻ്റെ കൂടെ ഉണ്ടാവും. ഇത് പിടിക്കാനായിട്ട് പാമ്പ് തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ വഴിയും ഫ്ലാറ്റിൽ പാമ്പ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ കേറത്തില്ലല്ലോ, ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ കേറില്ലല്ലോ ഹൈറ്റിലേക്ക്. ചുവർപ്പാമ്പ് കയറും. അതുകൊണ്ടോ? ചുമരുമ്പോ ഇങ്ങനെ സ്പൈഡർമാന്റെ പോലെ കയറാൻ പറ്റില്ല. ഓക്കെ, എന്തെങ്കിലും കോർണർ വൈസ് ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രിപ്പുള്ള ഭാഗമാണെങ്കിൽ ഇൻ കേസ് കോർണറിൽ നമ്മള് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കാലോ, അതുപോലെ വേണമെങ്കിൽ ചുമർപ്പാമ്പ് പോലത്തെ പാമ്പുകൾ വേണമെങ്കിൽ കയറിപ്പോ പൈപ്പുള്ളിൽ കയറി പോവാറുണ്ട്. പാമ്പ് സ്റ്റെപ്പ് എഴിഞ്ഞു കയറുവോ? സ്റ്റെപ്പ് കയറിപ്പോവും. ഉദാഹരണം പറയുകയാണെങ്കിൽ പാമ്പിന് നമുക്കിപ്പോ ഒരു പാതി കൈയെത്തിച്ച് പിടിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്ത് കയറാൻ പറ്റും. അതുപോലെ തന്നെ പാമ്പിന്റെ തലഭാഗം മുകളിലേക്ക് എത്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പതുക്കെ റോൾ ചെയ്ത് പാമ്പിന് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, പാമ്പിന് കയറാൻ പറ്റാത്ത സ്ഥലമുണ്ടോ? നമുക്ക് അങ്ങനെ പാമ്പ് കോമൺ ആയിട്ട് അത്യാവശ്യം എല്ലായിടത്തേക്കും വരാറുണ്ട്. എവിടെയും എസിന്റെ അകത്തുനിന്ന് വരെ കിട്ടിയില്ലേ അല്ലേ? എസിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ പറഞ്ഞല്ലോ ഈ മണ്ണെണ്ണ പെട്രോൾ എന്ന് പറഞ്ഞ പോലെ കാറിന്റെ ഉള്ളിൽ നിന്നും ബൈക്കിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റെസ്ക്യൂ ചെയ്യാറുള്ള ഉപേക്ഷിക്കുകയാണ് ഇന്ന് എല്ലാം. ഒന്നും വേണ്ട നമുക്ക്, സമാധാനം മാത്രം. എല്ലാ പാമ്പുകളെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊട്ട് നമുക്ക് അറിയത്തൂല്ല, അതാണ് പ്രശ്നം. നമ്മളപ്പോ സർപ്പാട്ടിമി ചേരേണ്ടി വരും ഏതൊക്കെയാണ് കടിക്കുന്ന പാമ്പ്, ഏതൊക്കെയാണ് കടിക്കാത്ത പാമ്പ് എന്നുള്ളത്. അതിന് ബെറ്റർ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്നേക് പീഡിയ എന്നൊരു ആപ്പ് ഉണ്ട്. സ്നേക് പീഡിയ, സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് പോലെ തന്നെ സ്നേക് പീഡിയ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A to Z പാമ്പുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട്. വെനമസ് ഉണ്ട്, നോൺ വെനമസ് ഉണ്ട്. പിന്നെ പോരാത്തതിന് പാമ്പുകളിലെ സെയിം ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യണ കുറേ പാമ്പുകളുണ്ട്. ഇപ്പോൾ വെള്ളിക്കട്ടൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അണലി ആയിക്കോട്ടെ, ആ പാമ്പിൻ്റെക്കും സെയിം പാറ്റേണുള്ള അപരന്മാർ കുറേ ഉണ്ട്. അതിനടക്കം നമുക്ക് കമ്പാരിസനുള്ള
ഡീറ്റെയിൽസുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. പാമ്പുകളുടെ സ്വഭാവങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, കളറുകളെ കുറിച്ച് A to Z കാര്യങ്ങളെല്ലാ പാമ്പുകളെ കുറിച്ചും ഈ സ്നേക്ക് പീഡിയ എന്ന് പറഞ്ഞ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ സ്നേക്ക് പീഡിയ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ആപ്പാണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ലാസ്റ്റ് ടൈം സർപ്പ ടീം വന്നപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേസ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ പാമ്പ് നിസ്സാരക്കാരനല്ല. വെറുതെ അല്ല പണ്ടാ പാട്ട് പാടിയത്. ഏതാടാ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, നമുക്ക് സമാധാനമായിട്ട് തലയക്കാൻ മണ്ണിലിടമില്ല. ഈ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി അടിമുടി എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. പ്രേക്ഷകരെ നിങ്ങളും ഇത് നമ്മൾ നിസ്സാരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് തമാശ കളിച്ചെങ്കിലും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാമ്പുകൾ അത്ര നിസ്സാരക്കാരല്ല. നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പാമ്പുകൾ എങ്ങനെ അവരെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ, ഇപ്പം നമ്മൾ ഇവരുടെ സർവീസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, സർപ്പ എന്ന് പറയുന്ന ടീമിനെ പറ്റി അറിയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടീമാർ സംസാരിച്ച് നമുക്ക് മനസ്സിലായി. ഇതിന്ന് ഒരു കാര്യം കൂടെ പറയാം, ഇവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, നമ്മൾ ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കാണുമ്പോൾ പാനിക് ആവാണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾ നോക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഇപ്പം തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഒരു എമർജൻസിയിൽ, എന്തെങ്കിലും എന്നല്ല, ഇപ്പോൾ എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ എമർജൻസിയാണ് ഈ പാമ്പുകളുടെ ഒരു ശല്യം എന്ന് നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽറ്റി വരികയാണ്, ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഇവർ റെഡി ആയിട്ട് ആ ടീം നിങ്ങളുടെ അടുത്തേക്ക് ഉണ്ടാവും. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചേച്ചി നമുക്ക് എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ആർക്ക് കൊടുക്കണം? ഇത്രേ നല്ല എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയ സർവീസസും തരുന്ന ഒരു ആൾക്കാർക്ക് അല്ലാതെ വേറെ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. സോ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർപ്പ ടീമിനെയാണ് കൊടുക്കാൻ പോണത്. സോ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. യെസ് ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. വില്ലി വൈറ്റ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു സോ മച്ച്. സംഭവം നമ്മൾ തുടങ്ങിയപ്പോൾ ഈ പാമ്പിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് പേടിച്ചെങ്കിലും രസകരമായ രീതിയിലായിരുന്നു നിങ്ങൾ ഓരോ തവണയും ഞങ്ങൾക്ക് ഉത്തരം തന്നത്. അപ്പം ഇനിയും നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരോടും ഞങ്ങൾ അന്വേഷണം പറയാം. നിങ്ങൾ ഇനിയും വരണം, ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യണം.